ഡിസൈനിങ് ഒരു റിലീജിയസ് സ്പേസിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് ഫൈസും മദീനയും കൂടിയിട്ട് കോഴിക്കോട് സൗത്ത് ബീച്ചിലെ ഹിമായത്തുൽ ഇസ്ലാം സഭ മസ്ജിദിൽ നമസ്കരിക്കാൻ വേണ്ടി പോയി. പഴയൊരു നിർമ്മിതിയാണ്, പഴയൊരു കാലത്തെ കേരള തനിമയോട് നിർമ്മിച്ച ഒരു പള്ളി, ഒരു മസ്ജിദ്. അതിൻ്റെ ജോമെട്രിക് പാറ്റേൺ ആയാലും അതിൻ്റെ വാതിലുകളും ജനലുകളും തൂണുകളും ഇതൊക്കെ ഒരു ആർട്ട് എലമെൻ്റ്, ഒരു ഡിസൈൻ എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഈവൻ കളറിൽ പോലും. എന്തുകൊണ്ടായിരിക്കാം ഇക്കാലഘട്ടത്തിലെ കോൺക്രീറ്റഡ് ആയിട്ടുള്ള ഹെവി ലക്ഷറീസ് ആയിട്ടുള്ള പള്ളികൾക്ക് നൽകാത്തൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് പഴയകാല പള്ളികൾ നമുക്ക് തരുന്നത്? എസ്പെഷ്യലി എനിക്ക് തോന്നിയത് അതിൻ്റെ ഒരു ഹാർട്ട് ഓഫ് ഡിസൈനിങ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ആക്ച്വലി ഹാർട്ട് ഓഫ് ഡിസൈൻ എന്ന് വെച്ചാൽ ഡിസൈൻ ഫോർ റിമെമ്പറൻസ് എന്നാണ്. പള്ളികൾ പൊതുവിൽ ദൈവത്തെ ഓർക്കാനുള്ള ഒരു സ്പേസാണ്. അപ്പോൾ റിമെമ്പറൻസ് ആയിട്ടുള്ള ഒരു സ്പേസിനെ അതിലേക്ക് കുറച്ച് എലമെൻറ്റുകൾ ആഡ് ഓൺ വേണം. പൊതുവിൽ പള്ളികളെയും അല്ലെങ്കിൽ ദർഗകളെയും വീടുകളെയൊക്കെ ഒരു ഹെവനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഇസ്ലാമിക് ഫിലോസഫി. അപ്പോൾ അതിൻ്റെ ജോമെട്രിക് പാറ്റേണ്, കളറ്, അതിൻ്റെ സ്ട്രക്ചറ്, ആർട്ട്, കാലിഗ്രഫി, അതിൻ്റെ സറൗണ്ടിങ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിലീജിയസ് സ്പേസിന്. എന്നാൽ മാത്രമേ അതൊരു സാക്രഡ് സ്പേസ് ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഫീൽ ചെയ്യുള്ളൂ. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോഴത്തെ പള്ളികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യാതൊരുവിധ ഒരു ആർട്ട് എലമെൻറ്റോ ഡിസൈൻ എലമെൻറ്റോ ഇല്ലാത്ത വളരെ കോണ്ടംപററി ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും കാലഘട്ടത്തിലെ പള്ളികൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡീപ്പർ മീനിങ് ഉള്ള, ഭയങ്കര പർപ്പസ് ഉള്ള, ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള, ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള, കൾച്ചറലി സെൻസിറ്റീവ് ഉള്ള, ഇൻക്ലൂസിവിറ്റി ഉള്ള പള്ളികളായിരിക്കും പഴയ കാലത്തെ പള്ളികൾ. അവിടെ നിന്ന് കിട്ടുന്ന ഫീലിംഗ് തീർച്ചയായിട്ടും വ്യത്യസ്തവും ഭയങ്കര എനർജി, പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സ്പേസും ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക.